people. നമ്മളിലുള്ള റെസ്പിറേറ്ററി സിസ്റ്റം ഇത് നമ്മൾ തുടങ്ങിയായിരുന്നോ? മിസ് അതൊക്കെ തുടങ്ങി ടു ദ ലങ്സ് എത്തി. ടു ദ ലങ്സ് ആണ് ഇനി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ടു ദ ലങ്സ്. ആൻമരിയ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ, ഇപ്പോഴാണ് എണീറ്റേ? പിന്നെന്താ വേറെ താമസേ? Okay, to the lungs from the nose or nasal cavity, the air passes through the pharynx or throat cavity to the windpipe or trachea. ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാവേ, ഒരു മിനിറ്റ്. To move carbon dioxide out. The diaphragm is a large muscle that is found under your lungs. Your lungs are actually composed of millions of tiny air sacs and depend on the diaphragm in order to inflate and deflate. Your rib cage. See this is windpipe. നമ്മുടെ മൂക്കിൽ നിന്നും നമ്മൾ ഇൻ ചെയ്യുന്ന അതെ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ഓക്സിജൻ, അല്ലെങ്കിൽ ഓക്സിജൻ മാത്രമല്ല എല്ലാം കൂടെയാണ് പോകുന്നത്, കാർബൺ ഡയോക്സൈഡ് ഉണ്ടല്ലോ, രണ്ടും കൂടെ ഈ വിൻഡ് പൈപ്പിലൂടെ, അതായത് ശ്വസന നാളം എന്ന് മലയാളത്തിൽ പറയും, വിൻഡ് പൈപ്പിലൂടെ വരുന്നു. ഇനി ഇത് ടു ലങ്സ്, നമ്മുടെ രണ്ട് ലങ്സിന്റെയും ഇത്. ഇവിടെ ഈ പറഞ്ഞ ചിത്രത്തിൽ നോക്കിക്കേ, നമ്മുടെ ചിത്രത്തിലുള്ള ട്രാച്ച ഇത്, പിന്നെ ബ്രോഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം, പിന്നെ ഇപ്പുറത്തെ നമ്മുടെ ബ്രോഞ്ചിയോസ് ഇൻ ആൽവോയിലി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ഇതിനകത്ത് വലുതായിട്ട് കാണിക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, Cage also helps out by having cartilage, which allows the rib cage to expand. Rib cageലേക്ക് വരും പിന്നെ. When you take a deep breath, your diaphragm moves down and a low pressure area is created, and air flows into your nose and mouth. As air enters the nose and mouth, it enters into the nasal passages. Your nose and nasal passages have tiny hairs called cilia and mucus that help filter out dirt and pollen from the air. The air next moves to the pharynx, which is located at the back of the mouth. From the pharynx, it moves to the larynx, which is commonly called the voice box. The voice box makes sound when air passes over the vocal cords. The epiglottis is a flap of connective tissue that covers over the larynx during breathing. Okay, 1 second. ഇപ്പൊ നമ്മള് മൂക്കിൽ കൂടെ ശ്വസിക്കുകയാണെങ്കിൽ ഇതിലെ വന്ന് ഇതിലൂടെ താഴോട്ട് വരും. If you are taking a breath through our mouth, വായിൽ കൂടെ എടുക്കുകയാണെങ്കിൽ ഈ സംഭവം വന്ന് ഇവിടുന്ന് വീണ്ടും ഇത് രണ്ടിന്റെ ഒന്ന് തന്നെ, ഒന്നിലൂടെ അങ്ങോട്ട് താഴോട്ട് പോകും. Okay. It stands open during breathing to allow air into the larynx, but during swallowing it closes to prevent choking on food. From the next, നമ്മൾ ഫുഡ് swallow ചെയ്യും, ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ വെള്ളം നമ്മൾ കുടിക്കുന്നു, ഉമിനീരാണെങ്കിലും ഇറക്കുന്നു അല്ലെ. സംടൈംസ് നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, വിക്കി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അല്ല വെള്ളം കുടിക്കും വിക്കി പോകാറുണ്ട് അല്ലെ. എന്തുകൊണ്ട് ഇല്ലേ? ഒരിക്കലും ഇല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്കറിയാം നമ്മുടെ ഫുഡ് ഈ പറയുന്ന ഫുഡ് കഴിക്കുന്ന ഫുഡ് പൈപ്പും ഉണ്ട്,
നമ്മുടെ ബ്രീത്ത് ചെയ്യുന്ന എയർ പോകുന്ന വിൻഡ് പൈപ്പ് ഉണ്ട്, 2 പൈപ്പുകളുണ്ട്. അപ്പൊ രണ്ടും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഈ എയറിന്റെ പൈപ്പ് എപ്പോഴും എന്ത് ചെയ്യണം, ഓപ്പൺ ആക്കുകയും അടയുകയും ചെയ്തുകൊണ്ടിരിക്കണം. വെൻ എയർ കംസ് ടു ഇൻസൈഡ് ടു ദ ലങ്സ്, wind pipe will be opened and then it will be closed. Again next time when it comes, again it will be opened, then closed. അതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് ആഫ്റ്റർ ഈറ്റിംഗ് ആഫ്റ്റർ ചൂയിങ് ഇറ്റ് വിൽ ഗോ ഇൻ ടു അവരുടെ ഇൻഡസ്റ്റൈൻ ത്രൂ ദ ഫുഡ് പൈപ്പിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, നമ്മളിങ്ങനെ ചവച്ചരച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കുന്ന സമയത്താണ് നമ്മുടെ ലങ്സിലേക്കുള്ള ഈ വിൻഡ് പൈപ്പ് ഓപ്പൺ ആകുന്നതെങ്കിൽ sometimes there is possibility for that food item to enter into the wind pipe. അപ്പൊ ആ കഴിച്ച ഫുഡിന്റെ പാർട്ടിക്കിൾസ് എന്തെങ്കിലും നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെ നമ്മൾ കുടിച്ച വെള്ളത്തിന്റെ ഒരു അംശം നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? രണ്ടും കൂടെ അറ്റ് എ ടൈം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. സാധാരണ അങ്ങനെ വരാറില്ല, ഓട്ടോമാറ്റിക്കലി അത് അടയും. പക്ഷേ ബൈ ചാൻസ് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് നമ്മുടെ വിൻഡ് പൈപ്പ് ഈസ് ഓപ്പൺ എങ്കിൽ ഈ ഫുഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ വാട്ടറിന്റെ അംശം നമ്മുടെ ഇതിലെ വിൻഡ് പൈപ്പിലേക്ക്, അതായത് ശ്വാസനാളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയുടെ റിയാക്ഷൻ ആണ് ഈ പറയുന്ന, നമുക്ക് ചുമയ്ക്കാൻ തോന്നും, അല്ലെങ്കിൽ വിക്കി നമ്മൾ അതിനെ എങ്ങനെയും പുറം ചാടിക്കും, അല്ലെ? ബോഡിയുടെ റിയാക്ഷൻ ആണത്. ഓക്കെ. Larynx, air travels to the trachea, which is a rigid tube. When air comes, it is expanding. It expand ചെയ്യുന്നുണ്ടോ നമ്മുടെ ലങ്സ്? These tubes continue to branch until you reach a tiny air sac called an alveoli. And alveoli. ഇത് നമ്മളുടെ ചെറിയ ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പേജ് 121 ഫസ്റ്റ് ഫിഗർ 11.8. ഷോൺ പറഞ്ഞു മനസ്സിലായില്ല. ഫിഗർ 11.8 ഇതാണ് ഈ പറയുന്ന സാധനം. അതായത് ഇത് നമുക്ക് കാണാൻ പറ്റില്ല. there are millions of എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. എന്താ വെച്ചാൽ ഒരെണ്ണല്ല, ഒരുപാട് ബ്രാഞ്ചസിന്റെ ഇതിൽ കൂടെ പോയിട്ട് ഈ സാധനം ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് അൽവോയിലി എന്നാണ് പറയുന്നത്. അത് എയർ ഹോൾസ് ആണ്, എയർ സാക്സ്. അതായത് എന്താ പറയുന്നത്, സാക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ചാക്ക് എന്താ പറയുക, കൂട് പോലെ എന്ന് വെച്ചാല് നമ്മുടെ അറകള്, എയർ ഓക്സിജൻ കയറുന്ന അറകളാണ്. ഇങ്ങനത്തെ എത്രയോ, ഒരു 1 2 ഒന്നുമല്ല, മില്യൺസ് ഓഫ് ഒരുപാട് അറകളുണ്ട്. സ്മോൾ വൺസ് ആണ്. ഓക്കെ. Oxygen diffuses into the capillaries and carbon dioxide diffuses into the alveoli and is exhaled. Exhale. ഈ യെല്ലോ കളറിലുള്ളത് ഇവിടെ ഓക്സിജൻ ആയിട്ടും ദിസ് വൺ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതിലെ ഓക്സിജൻ, ഇതിലെ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. The diaphragm moves upward and carbon dioxide and some air flows out. So there we go, how the lungs and diaphragm work together in order to allow you to breathe. Thanks for watching, and Moo Math uploads a new math. ഓക്കെ, മനസ്സിലായില്ല നമ്മളുടെ ബ്രീത്തിങ് എങ്ങനെയാണെന്നുള്ളതിന്റെ. ഓക്കെ. So in the lungs each bronchus branches, 2 branches ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. That is called bronchioles. At the end of these tubes are tiny air sacs called alveoli. Singular is alveolus. Each lung contains about 300 million. 1 2 അല്ല, 300 million ആണ് അങ്ങനെയുള്ള അറകളുള്ളത്. ചെറിയ small ones. ഓക്കെ. Alveoli. The air we breathe in eventually reaches these air sacs. The sacs are surrounded by blood vessels. The oxygen present in the air we breathe in goes into the blood contained in blood vessels. The carbon dioxide present in the blood as waste passes out of the blood into the air sacs. Thus, exchange of gases takes place in the lungs. So now when I shared the video, I hope that you might have seen that carbon dioxide and
oxygen both. Carbon dioxide is a waste material in our body now, isn't it? ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ബ്രീത്തിങ്ങിന്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമ്മുടെ ബ്ലഡിൽ നിന്നും പുറത്തേക്ക് വരും. അതാണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിനു മുന്നേ നമ്മൾ എടുത്ത ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്കെല്ലാം സ്പ്രെഡ് ചെയ്യും. ബ്ലഡ് വെസൽസ് ഉണ്ട്, അതാണ് നമ്മൾ പറഞ്ഞ അൽവോയിലിന് ചുറ്റും ബ്ലഡ് വെസൽസ് ആണുള്ളത്. The blood takes the oxygen to all the cells of the body where it is used to get energy from food. So നമ്മൾ പഠിച്ചത് എന്താന്ന് വെച്ചാല് നമ്മളുടെ ഈ ശരീരത്തിൽ നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും എനർജി ബ്ലഡിലേക്കെല്ലാം സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞത് അല്ലെ. അത് ബാക്കി വേസ്റ്റ് എല്ലാം നമ്മൾ ബോഡി എക്സ്ക്രിയേറ്റ് ചെയ്യുന്നു. അത് യൂറിനായിട്ടോ അല്ലെങ്കിൽ സ്റ്റൂളായിട്ടോ നമ്മൾ എക്സ്ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന ഹോൾ മിനറൽസ്, വിറ്റമിൻസ് ഓൾ തിങ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് അത് ബോഡി അബ്സോർവ് ചെയ്യും, ബ്ലഡിലേക്ക് കലർന്നു. ഈ ബ്ലഡിൽ കലർന്ന സാധനം എങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഓക്സിജൻ ദാറ്റ് വി ഹാവ് ബ്രീത്ത്ഡ് ഇൻ. നമ്മൾ ബ്രീത്ത് ചെയ്ത ഉള്ളിലേക്ക് എടുത്ത ഓക്സിജൻ അതിൽ നിന്ന് വേർതിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും വേർതിരിക്കും. എന്നിട്ട് ഈ ഓക്സിജൻ ബ്ലഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡിൽ വന്നേക്കുന്ന ഈ ഫുഡിന്റെ മിനറൽസും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൊത്തം എനർജി ഹോൾ ബോഡിയിലേക്ക് എത്തിക്കും. കൈക്ക് മാത്രമല്ല, കാലിനും കൊടുക്കും, മൂക്കിനും കൊടുക്കും, കണ്ണിനും കൊടുക്കും. ഈവൻ ഈച്ച് ആൻഡ് എവരി പാർട്ട് ഓഫ് ദ ബോഡി വിൽ ഗെറ്റ് ദ എനർജി. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ കൈക്ക് മാത്രം കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിനോ റൈറ്റ് ഹാൻഡിനോ അങ്ങനെ ഓരോന്ന് വേർതിരിച്ചൊന്നും കൊടുക്കില്ല. ഹോൾ പാർട്ട് ഓഫ് ദ ബോഡി വിൽ ഗെറ്റ് ഈക്വലി ദ എനർജി. അത്രയും മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഒന്നുകൂടെ മലയാളത്തിൽ പറഞ്ഞുതരാം. നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഫുഡിൽ നിന്നും അത് ഡൈജഷൻ നടന്നിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ്, വിറ്റമിൻസ് അങ്ങനെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ബ്ലഡിലേക്ക് അബ്സോർബ് ആകുന്നു. ശരീരത്തിന് ആവശ്യമില്ലാത്തതെല്ലാം വേസ്റ്റ് ആണ്, ദാറ്റ് ഈസ് എക്സ്ക്രിയേറ്റഡ്. അത് പുറന്തള്ളപ്പെടുന്നു യൂറിനിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വെറ്റിങ്സിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് സ്റ്റൂളിലൂടെ, ടോയ്ലറ്റിൽ പോയിട്ട് അതിന് വേസ്റ്റ്, അതിന് ആവശ്യമില്ല, നമുക്ക് വേസ്റ്റ് ആണ്. ഇനി ആവശ്യമുള്ളതൊക്കെ ബോഡിയിലെ ബ്ലഡിലേക്ക് അബ്സോർബഡ് ആയിട്ടുണ്ട്. ഈ അബ്സോർബ് ആയിട്ടുള്ള ഈ ഐറ്റംസ്, മിനറൽസും വിറ്റമിൻസും നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ എല്ലാം അതിന്റെ കൂട്ടത്തിൽ ബ്രീത്ത് ചെയ്ത ഓക്സിജനും കൂടെ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താവുന്നു? ബോഡിയിൽ മൊത്തം എനർജി എത്തുന്നു. മനസ്സിലായോ? ഓക്കെ. The body takes the oxygen to all the cells of the body where it is used to get energy from food. The carbon dioxide released by the cells as waste goes back into the blood and is released into the air sacs of the lungs. ലങ്സിലുള്ള എയർ സാക്സിലേക്ക് വരുന്നു, അതിനുശേഷം പുറത്തേക്ക് പോകുന്നു നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. And it is then breathed out by us. The giving out of air rich in carbon dioxide is called exhalation. Inhalation എന്ന് പറഞ്ഞാൽ എന്താണ്? Taking air into our lungs is known as inhalation. ഉള്ളിലേക്ക് ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻഹാൽറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എല്ലാം കൂടിയാണ്. But exhaltation means the waste product, that is carbon dioxide, is thrown out or taken out or breathed out. That is known as exhaltation. നമ്മളുടെ ബോഡിയിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള എയർ പുറന്തള്ളുന്നതിന്, അതായത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സാൾട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഹാൽട്ടേഷൻ മീൻസ് ടേക്കിംഗ് ബ്രീത്ത് ഇൻ, ഇൻസൈഡിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നത് ഇൻഹാൽട്ടേഷൻ. എക്സാൾട്ടേഷൻ മീൻസ് പുറന്തള്ളുന്നത്. ഓക്കെ, പുറന്തള്ളുന്നതിനെയാണ്, ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെ എക്സാൾട്ടേഷൻ എന്ന് പറയുന്നത്. ഹൗ എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. ഇനി എയർ എങ്ങനെ വരുന്നു? ഇവിടെ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് what cause air to go in and out of the lungs, let us perform a simple activity. ഇതാണ് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്താണ് പറഞ്ഞാൽ മതിയായിരിക്കും. നമുക്കറിയാം, ഒരു ബലൂൺ അതെന്റെ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. ഓക്കെ, അത് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ്.
human beings. Let us understand the process of breathing through a simple experiment. Can you hear? Take a കേൾക്കുന്നുണ്ടോ? transparent plastic bottle. Remove its bottle. bottom. Then take a rubber cork, Y-shaped plastic tube, and 2 deflated balloons. Now to each fork end of the tube, fix the balloons. രണ്ട് ബലൂൺ ഇങ്ങനെ ഈ Y ഷേപ്പിലുള്ള Cap ട്യൂബിൽ the വെക്കുക. bottle with cork. ഇത് അടയ്ക്കുക. Put the tube attached to the balloon ഇതിന്റെ അടിവശം കട്ട് ചെയ്യാൻ inside the പറഞ്ഞിട്ടുണ്ട്. bottle from You its should cut open it bottom. and you have to fix it like this Make way. a hole in the cork and pass the open end of the tube outside the bottle through the hole. Now tie a rubber sheet at the bottom of the bottle tightly so that no air can pass through it. ഇനി എയർ Pull ഒന്നും down the പുറത്തോട്ട് പോയി rubber ഇറക്കും. sheet and watch the balloons get inflated. Now push the rubber sheet inside the bottle and watch the balloons collapse. How do the balloons get inflated and deflated when we pull or push the rubber sheet? Understand this, sir? Take one plastic bottle, cut its bottom, then take one white tube. White tube means tube കണ്ടില്ലേ? അങ്ങനെ. Okay. Then take 2 balloons, fix there. ഒരു കോർക്ക് എടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ നമ്മുടെ വൈറ്റ് ട്യൂബ് അതിന്റെ ഉള്ളിൽ കൂടെ ഈ കോർക്കിന്റെ ഉള്ളിൽ ഒരു ദ്വാരം ഇട്ടിട്ട് മുകളിലോട്ടാക്കുക, ഉള്ളിലേക്ക് ആക്കുക. ഇനി ഡൗൺ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നല്ലോ ബോട്ടിലിന്റെ. ടേക്ക് എ റബ്ബർ ട്യൂബ്, ഒരു റബ്ബറിന്റെ ട്യൂബ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ദെൻ ഒന്ന് വലിക്കുക. നന്നായിട്ട് വലിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഫോഴ്സില് ഈ ട്യൂബിന്റെ മേളിൽ കൂടെ, അതായത് ഇവിടെ ഇതിൽ കൂടെ, ഇത് ഓപ്പണിംഗ് ആണല്ലോ, എയർ ഇതിന്റെ ഉള്ളിലേക്ക് വരും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ബലൂൺ വിൽ എക്സ്പാൻഡ്. പിന്നെ നമ്മൾ ഇത് വീണ്ടും പുറത്തോട്ട് ഉള്ളിലേക്ക് തിരിച്ചാക്കുമ്പോൾ വലിച്ചു വിട്ടത് തിരിച്ചു വിട്ട് കഴിയുമ്പോൾ ആ ഓക്സിജൻ അതിന്റെ ഉള്ളിലുള്ള എയർ പുറത്തോട്ട് പോകും. സെയിം മെത്തേഡ് ഉള്ളി ഇൻ ലങ്സ്. When we pull the rubber sheet outwards, the space inside the bottle increases and the air inside the bottle becomes lighter. So the dense air rushes into the balloons from outside. Miss, ഇതിങ്ങനെ വലിക്കുമ്പോൾ അതിന്റെ അകത്ത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കേറില്ലേ? Outside the bottle. Then the air travels സോ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ഉള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനും വരുന്നുണ്ടല്ലോ, പിന്നീടല്ല സെപ്പറേറ്റ് ആകുന്നത്. ഓക്കെ. through the tube and enters the 2 branches of the tubes and into the balloons. Okay, now I hope that you might have understood. Okay. അതാണ് ഇവിടുത്തെ എക്സ്പെരിമെന്റ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഹൗ എയർ എൻറ്റേഴ്സ്. നെക്സ്റ്റ് പേജ് എടുക്കാം. അതായത് നമുക്കറിയാം നമ്മുടെ ഈ റിബ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. നമ്മൾ ഉള്ളിലേക്ക് എയർ എടുക്കുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന അറകളൊക്കെ, സാക്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഡോഗ്സ്, ക്യാറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മൾ വിചാരിക്കും ചത്തുപോയി നനങ്ങാതെ കിടക്കുമ്പോൾ, അല്ലേ? ഞാനൊക്കെ അങ്ങനെ പലതവണ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാ? പക്ഷെ കോലൊന്നും എടുത്ത് തോണ്ടാൻ പോയിട്ടില്ല, കാരണം അടി കിട്ടുമെന്നറിയാം. അതെ, പക്ഷെ നമ്മൾ ഞങ്ങൾ പറയും ഇതോ പൊട്ടി ചെത്തുപോയി എന്ന് പറയും, അനങ്ങാതെ കിടക്കും. പക്ഷെ അതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കാണാം അതിന്റെ ബോഡി ഇങ്ങനെ ജസ്റ്റ് എക്സ്പാൻഡിങ് then contracting, expanding, contracting. അപ്പം മനസ്സിലാക്കാൻ പറ്റും ചത്തുപോയില്ല, അനങ്ങാതെ കിടക്കും. പക്ഷെ ഉറങ്ങുമായിരിക്കും. ആ ചത്തുപോയി വിചാരിച്ചൊരു കോലൊക്കെ എടുത്തിട്ട് തോണ്ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടത്തിൽ 2 കടിയും കിട്ടും. ഓക്കെ. How air goes in and out through the lungs. Same method only. രണ്ടിലും നമുക്ക് അതേ ഒരേ മെത്തേഡ് തന്നെയായിട്ടാണ്. When you breathe in air, the diaphragm goes down, increasing the space in the chest cavity. The air from the atmosphere enters the lungs and they expand. When they breathe out, the diaphragm moves up, decreasing the space in the chest cavity. This forces the air out of the lungs. അപ്പം നമ്മൾ ബ്രീത്ത് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് വരുമ്പോഴത്തേന് അതിന് സ്പേസ് ആവശ്യമുണ്ട്. സോ ഇറ്റ് വിൽ എക്സ്പാൻഡ്. ദെൻ വെൻ വി ബ്രീത്ത് ഔട്ട്, അവിടെ എംറ്റി ആയി, കുറച്ച് സ്പേസ് അവിടെ വന്നു. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. When a person needs extra energy, for example, when he or she is running, the breathing becomes faster. That we know that if you run, jump like that way and all,
നമ്മൾ അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് ഭയങ്കര സ്പീഡായിരിക്കും. കുറച്ച് സമയം ഓടിയിട്ട് ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ പോന്ന് അടിക്കുന്ന കാണാം ഹാർട്ട് ബീറ്റ് അല്ലേ? ഇറ്റ് ഇല്ലേ? പിന്നെ അത് മാത്രല്ല, ഓടുമ്പോ മാത്രല്ല, എന്തെങ്കിലും ഇങ്ങോട്ട് പേടിച്ചാലും ഇല്ലേ, എന്തെങ്കിലും ഇങ്ങോട്ട് പേടിച്ചു വരുമ്പോ ഇവരൊന്നും ഇല്ല നിങ്ങൾക്കൊന്നും? ഓ നല്ല പിള്ളേരപ്പാ. ഓക്കെ. When a person needs extra energy, for example, when he or she is running, the breathing becomes faster, supplying more oxygen to the cells. കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വേഗം, അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്നും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, ഓട്ടോമാറ്റിക് ആയിട്ട്. വെൻ വി റൺ, നമ്മുടെ ബോഡിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൂടുതൽ ബ്രീത്ത് ആവശ്യമാണ്, അല്ല എനർജി ഇസ് നീഡഡ്. സോ വി വിൽ ടേക്ക് ബ്രീത്ത് ഫാസ്റ്റ്ലി. വേഗം നമ്മളിങ്ങനെ എടുത്തോണ്ടിരിക്കും. നമ്മൾ ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, അതെല്ലാം ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ആണ്. The speeds of the breakdown of foods, thus releasing more energy. പിന്നെ നമുക്ക് വേറെ ഒന്നും കൂടെ, നമ്മളിപ്പോ ഇന്നിപ്പോ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി ക്ലാസ് ഉണ്ടോ? അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അറബി ക്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ, 10 മണിക്കാന്ന് തോന്നുന്നു അല്ലേ ക്ലാസ്? ഓക്കെ. നിങ്ങളിപ്പോ അധികം വലിയ കഠിന അധ്വാനങ്ങളൊന്നും ചെയ്യുന്നില്ല. സ്കൂളിലൊക്കെ വരുന്നുണ്ടെന്ന രീതിയിൽ ഓട്ടവും ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിട്ട് കുറെ എനർജി അങ്ങനെ അങ്ങ് പോകും. വെറുതെ വീട്ടിലിരിപ്പും ടി വി കാണലും മൊബൈലിൽ പണിയിലും, അത്രയല്ലേ ഉള്ളൂ? മിസ്, ഞാൻ കളിക്കാൻ പോകാറുണ്ടായിരുന്നു, ഇപ്പൊ വാട്ട് അബൌട്ട് യു അൻമരിയ? ഷോണോ? കളിക്കാൻ പിള്ളേരൊന്നും അടുത്തൊന്നും ഇല്ല. പപ്പയുടെ കൂടെ പാലെടുക്കാൻ പോകാമല്ലായിരുന്നോ? അല്ല, ഓക്കെ ശരി. ഇപ്പൊ നമ്മുടെ സ്കൂളിലോട്ടൊക്കെ വരുവാണ്, നമ്മൾ ഓടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഹംഗ്രി തോന്നും, വിശപ്പ് തോന്നും. അതായത് ബിക്കോസ് അവർ ബോഡി നീഡ് മോർ എനർജി. പക്ഷെ നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അത്ര വിശപ്പൊന്നും തോന്നണമെന്നില്ല അല്ലേ? ഓക്കെ. അതിന്റെ കാരണം എന്താണ്? Body needed more energy while we are working. Working means if it is running, jumping, or if you are doing any work like that. If you are just simply sitting or taking rest, just if you are looking at the mobile phone or watching TV and all, don't want much energy. So we may not feel much hungry and all. Because നമ്മുടെ ബോഡിയിൽ അന്നേരം എനർജി ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് അന്നേരം വിശപ്പ് തോന്നിയില്ല. കൂടുതൽ എന്തെങ്കിലും പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പ് തോന്നും അല്ലേ? എന്തെങ്കിലും പറമ്പിലൊക്കെ കുറച്ച് പണിയെടുക്കുകയോ അല്ലെങ്കിൽ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി വേഗം ഫിനിഷ്ഡ് ആയി. അതുകൊണ്ട് വി മേ ഫീൽ ഹംഗ്രി. നമുക്ക് ദാഹം തോന്നുന്നതും അങ്ങനെയാണ്. നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ആ വാട്ടർ നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യും. യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യല, കുറേശ്ശെ മതി, നമുക്ക് പെട്ടെന്ന് ദാഹം തോന്നിയല്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും വെയിലത്ത് കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിലത്തൊക്കെ പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം കൂടുതൽ വെള്ളം കുടിക്കാൻ തോന്നും അല്ലേ? ഓക്കെ. Next, cellular respiration. The blood takes the oxygen to all cells of the body. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിലേക്കും ഈ ബ്ലഡ് ഓക്സിജനെ കൊണ്ടുപോകും. Blood has a substance called hemoglobin. ഈ ഹീമോഗ്ലോബിൻ എന്നുള്ള വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? Have you ever heard this word hemoglobin? കേട്ടിട്ടില്ല അല്ലേ? And ഈ ഹീമോഗ്ലോബിന്റെ പ്രത്യേകത എന്താണെന്ന്, ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന സാധനമാണ് ഈ ഹീമോഗ്ലോബിൻ. വലിയ പുള്ളിയാ. നമ്മുടെ ബ്ലഡ് ഒക്കെ കേട്ടിട്ടുണ്ട്. വാട്ട് കളർ ഈസ് അവർ ബ്ലഡ്? വൈറ്റാ? ഗ്രീനാ? റെഡ്. ഓക്കെ. എടാ കൊച്ചെ, അൺമ്യൂട്ട് ചെയ്തിട്ട് വല്ലതും പറ, എന്നാലല്ലേ കേൾക്കുള്ളൂ. മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? ഓക്കെ. സോ റെഡ് കളർ, ഈ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന സാധനമാണ് ഹീമോഗ്ലോബിൻ ഓർ HB എന്ന് പറയുന്ന സാധനം. which binds itself with oxygen to form oxyhemoglobin. It is in this form that oxygen is carried through the blood. Cellular respiration occurs in cells during During cellular respiration, the sugar molecules in food are oxidized to form carbon dioxide and water, and energy is given out. The reaction is involved in oxidation is glucose plus oxygen is equal to carbon dioxide, water, and energy. Okay. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ബ്ലഡിൽ അത് ഇത്ര ശതമാനം, നമ്മളുടെ ഒരു മില്ലി ബ്ലഡിൽ ഇത്ര ശതമാനം വേണമെന്നുണ്ട്. സംടൈംസ്
when we are weak and all, we may go to hospital for treatment. Sometimes not only children, elders also, especially children, because children does not eat much vegetables and all, isn't it? You like to eat fast food items only, isn't it? Am I correct or not? Okay. When mummy scolds a lot, you will eat little bit of vegetables. That's all. Otherwise, you like to eat chicken, mutton, fish, and all. Of course, that too we need, but we have to eat vegetables. Okay. So sometimes when we are weak and all, when you are taken to hospital, doctors will advise to check your blood. Then they will find, lastly they will give the report, and doctor will see HB is very less, you have to eat more food, you have to eat more vegetables, you have to drink more fish and all, fish, milk and all. അങ്ങനെ ഡോക്ടേഴ്സ് പറയും. അങ്ങനെ എപ്പോഴെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ നല്ല പിള്ളേരല്ലേ അല്ലേ? അയ്യോ ഇല്ല മിസ്, ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് യു ആർ ഈറ്റിംഗ് ഗുഡ് ഫുഡ്, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ? ഓക്കെ, ശരി. നമ്മളിപ്പം ചിക്കൻ ഒക്കെ കൂട്ടരുത്, പച്ചക്കറികൾ കൂട്ടണം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, എഗ് കഴിക്കണം, പിന്നെന്താ മിൽക്ക് കുടിക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡില് ഹീമോഗ്ലോബിൻ കുറവാകുന്നതുകൊണ്ടാണ്. നമ്മൾ വീക്ക് ആകും. അത് പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാകും. കാരണം അവര് they are old and weak, they cannot eat much food and all. Sometimes they may having sugar, sometimes they are having high BP and all. അപ്പൊ എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാതെ പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്ത് പറ്റുന്നു? പിന്നെ ബ്ലഡിന്റെ ഹീമോഗ്ലോബിൻ ഒക്കെ കുറയും. ഓക്കെ, അപ്പൊ ഹീമോഗ്ലോബിൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഹീമോഗ്ലോബിൻ ഇസ് ദ ഫാക്ടർ ദാറ്റ് ഗീവ് റെഡ് കളർ ഇൻ ബ്ലഡ് which binds itself with oxygen to form oxyhemoglobin. ഈ ഹീമോഗ്ലോബിന് ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകും. ഇറ്റ് ഈസ് in this form that oxygen is carried through the blood. നേരിട്ട് ഓക്സിജൻ അല്ല കൊണ്ടുപോകുന്നത്, ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് നമ്മുടെ ബ്ലഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ occurs in these cells. During cellular respiration, the sugar molecules of food are oxidized to form carbon dioxide and water and energy to give out. So, ഇവിടെ വേറൊരു ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിച്ച ഫുഡിലുള്ള ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, ഗ്ലൂക്കോസും ഓക്സിജനും കൂടെ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, വാട്ടർ ഉണ്ടാകുന്നു, പ്ലസ് എനർജി. സോ നമ്മൾ കഴിച്ച ഫുഡില് നമ്മൾ പറയും, നിങ്ങൾ ഈ ഷുഗർ പേഷ്യന്റിന് ഷുഗർ ഉണ്ടെന്നൊക്കെ, പ്രമേഹം ഉണ്ടെന്നൊക്കെ കുറച്ച് പ്രായമായ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ കൂടുതൽ ഷുഗർ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് കൂടുതൽ ഉണ്ടാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മൾ കുടിക്കുന്ന ഗ്ലൂക്കോസ് അല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാറില്ലേ, മറ്റേ ട്രിപ്പിടാറില്ലേ, അതിനെയല്ല ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫുഡിൽ നന്നജം, ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ ഫുഡില് ആ ഗ്ലൂക്കോസും ഈ ഓക്സിജനും കൂടെ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആൻഡ് എനർജി. മെയിൻ ആയിട്ട് ഇവിടെ എന്താ വേണ്ടത്? എനർജി. സോ ദ ഫുഡ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസേഴ്സ് ഓർ ഫോം into starch, or sorry, glucose. Glucose and oxygen will join together to form carbon dioxide, water and energy. This is similar to the chemical reaction that occurs during burning or combustion. However, the two processes differ from each other. Further, table 11 differentiates between the breathing and cellular respirations. The carbon dioxide is transported back to the lungs through the blood. അപ്പൊ നമ്മുടെ കഴിച്ച ഫുഡിലുള്ള ഗ്ലൂക്കോസും ഈ ഓക്സിജനും കൂടെ ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, വാട്ടർ ഉണ്ടാകുന്നു, പിന്നെ എനർജി ഉണ്ടാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഇൻസൈഡ് ദ ബോഡി, isn't it? So this carbon dioxide will be taken back to blood and it will be breathed out. അത് ആവശ്യമില്ല, ഇറ്റ് ഈസ് എ വേസ്റ്റ്. അത് അവിടെ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് ഓക്സിഡൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് തിരിച്ച് ബ്ലഡിൽ നിന്നും നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എക്സ്പെരിമെന്റ് പറഞ്ഞിരിക്കുന്നത് the fact pharynx actually has two apparatus, one opening into the windpipe and the other into the osophagus.
The aperture opening into the windpipe is guarded by a flap-like structure called the epiglottis. It closes the windpipe when you swallow food. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വിൻഡ് പൈപ്പ് ക്ലോസ് ആകും. അതർവൈസ് എന്ത് സംഭവിക്കും? അത് ഓപ്പൺ ആയിട്ടിരുന്നാൽ എന്ത് സംഭവിക്കും? Food particles will go into a windpipe. Then it will enter into the lungs. It is very harmful for us. We will die. Surely we will die. You might have heard the news in newspapers or in TV and all. While the child was feeding, the feeding has gone to lungs and child died എന്നൊക്കെ ന്യൂസ് കേട്ടിട്ടുണ്ടോ? അതായത് പൊടിക്കുഞ്ഞുങ്ങള്, തീരെ ചെറിയ മക്കള്, അവര് അമ്മ പാല് കൂട്ടുന്ന സമയത്ത് പാല് തൊണ്ടയിൽ കുടുങ്ങി അല്ലെങ്കിൽ ലങ്സിൽ പോയി കുഞ്ഞു മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? വാർത്തയൊക്കെ വായിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്നും മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഉള്ളത്. പക്ഷെ റെയർ കേസ് സംഭവിക്കുന്നതാണത്. അതായത് ഈ പൊടിക്കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവര് തീരെ ഇപ്പൊ 3 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷെ തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കിടത്തിയൊന്നും അമ്മമാര് പാല് കൊടുക്കാറില്ല, കട്ടിലെ കിടത്തിയൊക്കെ കൊടുക്കാറില്ല. എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാറുള്ളൂ. കാരണം കുഞ്ഞിന് അത്രയും കപ്പാസിറ്റി ഉള്ളൂ. അതെച്ചാൽ വിൻഡ് പൈപ്പ് ആ സമയത്ത് തന്നെ അവര് അത് തന്നെയല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സ്മോൾ ചിൽഡ്രൻ വിൽ ബ്രീത്ത് സോ സ്പീഡ്ലി ദാൻ അസ്. നമ്മളെക്കാളൊക്കെ കൂടുതൽ ഭയങ്കര സ്പീഡായിട്ട് അവർ ബ്രീത്ത് ചെയ്യുന്നത്. കുഞ്ഞു പൊടിവാവകൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും ഇങ്ങനെ എപ്പോഴും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അത്ര സ്പീഡൊന്നുമില്ല. അപ്പൊ അങ്ങനെ സ്പീഡായിട്ടൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പാലും കൂടി കുടിക്കുമ്പോൾ അവരുടെ വിൻഡ് പൈപ്പ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പാല് ഉള്ളിൽ പോകാൻ, ലങ്സിന്റെ ഉള്ളിലേക്ക് വിൻഡ് പൈപ്പിലൂടെ പോകാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് വെരി ഹാർംഫുൾ. അപ്പം അതിന് ചില കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ഇതാക്കി കഴിയുമ്പോഴത്തേനും പേരൻസ് എന്ത് ചെയ്യും? ഒന്നും നോക്കൂല, അവരെ ഈ മൂക്കിൽ ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞിന്റെ മൂക്കിൽ ഇങ്ങനെ അവരുടെ വാ വെച്ചിട്ട് വായും കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കും. ആ കുടിച്ച പാലിങ് വലിച്ചെടുക്കും. കാരണം അത് ലങ്സിൽ പോയിട്ട് കുഞ്ഞു മരിച്ചു പോകും അല്ലെ? ഓക്കെ. അപ്പം ഇവിടെ പറയുന്നത് ക്ലോസസ് ദ വിൻഡ് പൈപ്പ് വെൻ യു swallow food so that the food particles do not enter it. If food or water ever enters the windpipe, you cough it out. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വിക്കി പുറത്തോട്ട് പോകും, ചുമയ്ക്കും അല്ലെ? നമുക്കത് ഇടയ്ക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. This is the body's method of removing the food or water from it. ഇത് നമ്മുടെ ബോഡിയുടെ ഒരു മെത്തേഡ് ആണ്. Here on activity 5 experimental investigation തന്നിട്ടുണ്ട്. Carbon dioxide is inhaled and exhaled air. Okay. Take 2 test tubes, each of them half filled. Time ആയോ നമ്മുടെ? Okay. നമ്മുടെ ടൈം ആയി. ഇനിയിപ്പോ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല. Okay, we'll do it in the next class. We'll wind up the class. Okay. Bye.